السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വാഗ്ദാനം നൽകി. നാം ആണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആയത്ത് അന്ന് ഒരു വാഗ്ദാനം മാത്രമായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഖുർആൻ, അതിനെപ്പറ്റി ആലോചിക്കുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനം ഇന്നും നിലനിൽക്കുന്നതായി കാണാം. കാലവും ജനങ്ങളും എത്രയോ മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മുടെ കണ്ണു മുമ്പിൽ ഈ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും സ്വന്തം മനസ്സുകളിൽ അത് സൂക്ഷിക്കാനും ഒരുപാട് ആളുകൾ ഇന്നും മുമ്പോട്ട് വരുന്നുണ്ട്. ഈ ദുനിയാവിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പണ്ഡിതൻ പടിഞ്ഞാറ് ഭാഗത്ത് പോയി അവിടെ ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ വരുന്ന തെറ്റുകൾ അവിടെ സന്നിഹിതരായ ആളുകൾ അത് തിരുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പ്രവാചകന്മാർ താങ്കൾക്ക് മുമ്പ് പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ അവർ നേരിട്ടുമുണ്ട്. അതുകൊണ്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.